സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ദിനചര്യ എന്നാണ് മലയാളത്തിൽ പറയുക. അതിന്റെ ഇംഗ്ലീഷാണ് ഡെയിലി റൂട്ടീൻ. റൂട്ടീൻ, ROUTINE, ഡെയിലി റൂട്ടീൻ. അല്ലെങ്കിൽ ടൈം ടേബിൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതിന്റെ ടൈം ടേബിൾ തന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കാറില്ല. എന്ന് പറയുന്ന പോലെ ഡെയിലി റൂട്ടീനെ പറ്റി നമുക്ക് അല്പം പഠിക്കാം. ഡെയിലി റൂട്ടീൻ, സ്പെല്ലിംഗ് എന്താണ്? ROUTINE, റൂട്ടീൻ. ഡെയിലി റൂട്ടീൻ. ഡെയിലിയുടെ സ്പെല്ലിംഗ് അറിയാലോ, DAILY. ഡെയിലി റൂട്ടീൻ, ദിനചര്യ. നീ സാധാരണ എപ്പോഴാണ് എഴുന്നേൽക്കാറ്? നീ എത്ര മണിക്കാണ് സാധാരണ എഴുന്നേൽക്കാറ്? എങ്ങനെ ചോദിക്കാം? എപ്പോൾ. എപ്പോഴെന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് വെൻ. WHEN, വെൻ, എപ്പോൾ. അപ്പോ എപ്പോഴാണ് നീ സാധാരണ? സാധാരണ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? നോർമലി അല്ലെങ്കിൽ യൂഷ്വലി. യൂഷ്വലി, USUALLY, യൂഷ്വലി. അല്ലെങ്കിൽ നോർമലി, NORMALLY, നോർമലി. അപ്പൊ നമുക്ക് ചോദിക്കാം എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഉണരുക. ഉണരുക അല്ലെങ്കിൽ എഴുന്നേൽക്കുക എന്നൊക്കെ ഉള്ളതിന്റെ ഇംഗ്ലീഷാണ് ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ്. അപ്പോ എപ്പോൾ എന്നുള്ളതിന് നമുക്ക് കിട്ടി വെൻ. ഉണരുക എന്നുള്ളതിന് കിട്ടി ഗെറ്റ് അപ്പ്. സാധാരണയായി എന്നുള്ളതിന് നമുക്ക് കിട്ടി യൂഷ്വലി അല്ലെങ്കിൽ നോർമലി അല്ലെ. ഇനി നമുക്ക് ചോദിക്കാം, നീ എപ്പോഴാ സാധാരണ എഴുന്നേക്കാറുള്ളത്? നീ എപ്പോഴാണ് സാധാരണ എഴുന്നേക്കണേ? നീ എപ്പോഴാ സാധാരണ ഉണരുന്നത്? എങ്ങനെ ചോദിക്കുക? വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? ഇങ്ങനെയാണ് ചോദിക്കുക. വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? വെൻ ഡു യു ഗെറ്റ് അപ്പ് നോർമലി? വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി? വെൻ ഡു യു ഗെറ്റ് അപ്പ് നോർമലി. അപ്പൊ ആ ഡു യു എന്നുള്ളത് അങ്ങനെ മുറിച്ച് ചോദിക്കാതെ വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി, ഡ്യൂ, ആ ഡു യു ചേർത്തിട്ട് ഡ്യൂ എന്നാക്കി. അപ്പൊ വെൻ ഡു യു ഗെറ്റ് അപ്പ് യൂഷ്വലി, വെൻ ഡു യു ഗെറ്റ് അപ്പ് നോർമലി, അങ്ങനെ ചോദിക്കാം. ഇനി അതിന്റെ ഉത്തരം എങ്ങനെ പറയും? ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. ഞാൻ രാവിലെ 6 മണിക്കാണ് സാധാരണ എഴുന്നേൽക്കാറുള്ളത് അല്ലെ. നിങ്ങൾ എപ്പോഴും എഴുന്നേൽക്കാറ്? 7:30, 8? അത് നിങ്ങളുടെ സൗകര്യം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാം, ഞാൻ എൻ്റെ കാര്യം പറയും. ഞാൻ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ. ഞാൻ എന്നുള്ളത് ഇംഗ്ലീഷ് എന്താണ്? ഐ. ഐ എന്ന് പറയാൻ ഞാൻ. എഴുന്നേൽക്കുക എന്നുള്ളതിന് ഗെറ്റപ്പ്. എത്ര മണിക്ക്? 6 മണിക്ക്. ഉച്ചയ്ക്കല്ലല്ലോ, മോർണിംഗിലല്ലേ? അതെ, രാവിലെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ ദ മോർണിംഗ്. രാവിലെ എന്ന് പറയാൻ ഇൻ ദ മോർണിംഗ്. അപ്പൊ എങ്ങനെ പറയാം? ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറുണ്ട്. അപ്പൊ എങ്ങനെ പറയും? ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അപ്പൊ സമയം പറയുമ്പോൾ ഒരു അറ്റും കൂടെ വേണേ. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. I get up at 6 o'clock in the morning. I get up at 5:30 in the morning. 5:30, 5:30, 5:30. I get up at 5:30 in the morning. I get up at 4 o'clock in the morning. I get up early morning 8 o'clock. അതിരാവിലെ 8 മണിക്ക്. പുലർച്ചെ 9 മണിക്ക്. ഏർലി മോർണിംഗ് 9 o'clock. പുലർച്ചെയാണോ 9 മണി അതോ നട്ടുച്ചയോ? ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേറൊരു ചോദ്യമാണ്, നിങ്ങൾ എപ്പോഴാ ഉറങ്ങാൻ പോകുന്നത് സാധാരണയായിട്ട്? അപ്പൊ എഴുന്നേക്കുന്ന കാര്യം പറഞ്ഞു, ഇനി അടുത്ത് ഉറക്കമാണ്. നിങ്ങൾ എപ്പോഴാ ഉറങ്ങുന്നത് സാധാരണയായി? അതെങ്ങനെ ചോദിക്കും? ഇപ്പൊ ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പാണ് അല്ലെ. സ്ലീപ്പ്, SLEEP. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആ ഗെറ്റപ്പ് മാറ്റിയിട്ട് എന്ത് ചേർക്കണം? സ്ലീപ്പ് ചേർത്താൽ മതി. അപ്പൊ ഒന്ന് മറ്റു നോക്കി എങ്ങനെയാവും? വെൻ ഡു യു സ്ലീപ്പ് നോർമലി? വെൻ ഡു യു സ്ലീപ്പ് യൂഷ്വലി? ശരിയായില്ലേ? വെൻ ഡു യു സ്ലീപ്പ്? വെൻ ഡു യു ഗോ ടു ബെഡ്? അങ്ങനെയും ചോദിക്കാം. വെൻ ഡു യു ഗോ ടു ബെഡ് യൂഷ്വലി? അങ്ങനെയും ചോദിക്കാം. അപ്പൊ ഉത്തരം എന്ത് പറയും? ഐ സ്ലീപ്പ്. അങ്ങനെ തന്നെയല്ലേ നമ്മളെ ഗെറ്റപ്പ് പറഞ്ഞ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതും പറയാം. ഐ സ്ലീപ്പ് അറ്റ് 10:30 യൂഷ്വലി. ഐ സ്ലീപ്പ് അറ്റ് 10:30 യൂഷ്വലി. 10:30, ഞാൻ സാറിന് 10:30 ആകുമ്പോഴാണ് ഉറങ്ങാറ്. ഐ സ്ലീപ്പ് അറ്റ് 10:30 യൂഷ്വലി. നിങ്ങൾ എപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ്. എപ്പോഴാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? കഴിക്കുക എന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? ഈറ്റ്. ഓക്കെ, ഈറ്റ് എന്ന് പറയാം. അതല്ലാതെ ഇത്രയും കൂടി നല്ലൊരു വാക്കാണ് ഹാവ്.
HAVE, ഹാവ്, അങ്ങനെ ചോദിക്കാം. കഴിക്കുക എന്നുള്ളതിന് ഹാവും പറയാറുണ്ട്. എല്ലായിടത്തും കയറി ഉപയോഗിക്കരുത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എപ്പോഴാണെന്ന് ചോദിക്കാൻ വേണ്ടി ഹാവ് ഉപയോഗിക്കാം. അപ്പൊ എല്ലാ പ്രാവശ്യവും കഴിക്കുന്നതിന് ഹാവ് പറഞ്ഞാൽ മതിയോ? ഒരു പരിധി വരെ മതിയാവും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്ന കേസ് നമുക്കൊന്ന് പഠിക്കാം. When do you have your breakfast? 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 അങ്ങനെയൊന്നും ചോദിക്കണ്ട. സ്പീഡിൽ ചോദിക്കുക. എങ്ങനെ? When do you have your breakfast? When do you have your breakfast? എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? I have my breakfast at 8:30 in the morning. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നൈറ്റിലാണോ കഴിക്കുന്നത്? ഇൻ ദ മോർണിംഗ് പറഞ്ഞാൽ എത്തിന്? അതൊന്നും പറയണ്ട. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അല്ലേ കഴിക്കുന്നത്? ഓക്കെ, അപ്പൊ എങ്ങനെ പറയും? I have my breakfast at 8:30. Oh, great. ആണോ? കൊള്ളാം. Oh, great. കൊള്ളാം. When do you have your breakfast? I have my breakfast at 7 o'clock. Oh, early morning. Sometimes I have my breakfast at 6 o'clock. Oh Lord. Sometimes I have my breakfast at 10 o'clock, especially on Sundays. ഞായറാഴ്ചയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ 10:30, 10:30 ഒക്കെ ആവും. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താവും? ലഞ്ചിന്റെ സമയത്താവും. ഏകദേശം ഒരു 11:30 ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പൊ അതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ലഞ്ച് എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റിന്റെ ബ്രായും എടുക്കും, ലഞ്ചിന്റെ ഇഞ്ചും എടുക്കും. എന്നിട്ട് രണ്ടും കൂടെ ചേർത്തൊരു പുതിയ വാക്കുണ്ടാക്കും. എങ്ങനെ? ബ്രഞ്ച് എന്ന് പറയും. ഐ ഹാവ് മൈ ബ്രഞ്ച് അറ്റ് 11:30. ഓ ലോർഡ്, ഐ ഹാവ് മൈ ബ്രഞ്ച് അറ്റ് 11:30. അപ്പൊ ബ്രഞ്ച് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും തമാശയാണ്. തമാശയല്ല, അത് ഇംഗ്ലീഷ് വാക്കാണ്. അത് ഈ നഴ്സറി സ്കൂളുകളിലൊക്കെ ബ്രഞ്ച് ടൈം ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടും. എന്നാലും സ്കൂളിൽ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ചെറിയ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതിന് പറയുന്ന പേരാണ് ബ്രഞ്ച്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേരുന്നതാണ് ബ്രഞ്ച്. അപ്പോൾ ഡു യു ഹാവ് യുവർ ബ്രഞ്ച്? നിങ്ങൾ ബ്രഞ്ച് കഴിക്കാറുണ്ടോ? നോ നോ. സംടൈംസ് ടു പൊറോട്ട. ഓ, സംടൈംസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത നമുക്കൊരു ചോദ്യം ചോദിക്കാം. വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്? നീ എപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്? വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്? I have my lunch at 12:30 PM. PM വേണം. ആഫ്റ്റർനൂൺ അല്ലേ? ഉച്ച കഴിഞ്ഞില്ലേ? ഉച്ചയാണെങ്കിൽ നമുക്ക് 12 noon എന്ന് പറയാം. 12 കറക്റ്റ് ആണെങ്കിൽ 12 noon. 12 കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞു, ആഫ്റ്റർനൂൺ ആയി. അപ്പൊ PM എന്ന് പറയാം, ആഫ്റ്റർനൂൺ എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് നൂൺ എന്ന് പറഞ്ഞാൽ മതി. നോ പ്രോബ്ലം. നീ എപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്? I have my lunch at 1 o'clock. Oh, at 1 o'clock. I sometimes have my lunch at 2 o'clock. On Sundays, I have my lunch at 2:30. 2:30. Oh, very late. Sometimes. ചിലപ്പോഴൊക്കെ. Sometimes. When do you have your tea? നീ എപ്പോഴാ ചായ കുടിക്കുന്നത്? When do you have your tea? ഞാനൊരു 4 മണിയാകുമ്പോൾ ചായ കുടിക്കും. 4 മണി, 4:30, ചിലപ്പോൾ 5 മണിയൊക്കെ ആകും. അപ്പൊ എങ്ങനെ പറയും? I have my tea at 4 o'clock. Sometimes at 5 o'clock. Okay. I have my tea. അപ്പൊ കഴിക്കാന്നുള്ളതിനും കുടിക്കാന്നുള്ളതിനും നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ വാക്കേതാ? ഹാവ് എന്നാണ്. അത് ഓർത്തോളാം. അതുകൊണ്ടാണ് ഹാവ് ചില നേരത്ത് നമുക്ക് ഏത് സമയത്ത് മിക്കവാറും കാര്യങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ. എന്നിത് എല്ലായിടത്തും കയറി അപ്ലൈ ചെയ്യരുത്. ഇവിടെ പറഞ്ഞത് മാത്രം അപ്ലൈ ചെയ്ത് പഠിക്കാം. I have my tea at 5 o'clock. I have my breakfast at 8:30. I have my brunch at 10:30. I have my lunch at 1 o'clock. And I have my tea or snack എന്ന് പറയും, snacks. I have my snacks in the evening at 5 o'clock. Okay. When do you have your dinner? അത്താഴപ്പഴ കഴിക്കുക. When do you have your dinner? Dinner. DINNER. ഡിന്നർ. അല്ലെങ്കിൽ വലിയ മൃഷ്ടാന്ന ഭോജനമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പർ എന്ന് പറയാം. SUPPER. When do you have your supper? നീ എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത്? I have my supper at 8 o'clock. Sometimes I have my dinner at 10 o'clock.
Sometimes 10:30, even Saturdays or Fridays especially, I have my supper at 11 o'clock at night. 11. Sometimes no dinner. Oh, no dinner also. No dinner എന്ന് പറഞ്ഞാൽ കഴിക്കാറില്ല. ഓക്കെ. എപ്പോഴാ ജോലിക്ക് പോകുന്നേ, അല്ലെങ്കിൽ എപ്പോഴാ സ്കൂളിൽ പോകുന്നേ? When do you go to school? When do you go to school? Do you? ഇതെല്ലാത്തിനും do you ആണേ. When do you go to school? നീ എപ്പോഴാ സ്കൂളിൽ പോകുന്നേ? I go to school at 9 o'clock. I go to work at 8 o'clock. I go to work at 10:30 sometimes. I go to EduStar at 10 o'clock. I go to EduStar. EduStar എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരാണ്. ഇനി പേരറിയത്തില്ല എന്നൊന്നും പറയണ്ട. I go to EduStar at 8:30, sometimes 8 o'clock, even sometimes 9 o'clock. ഓക്കെ, ടൈം അങ്ങനെ പറയാം. ഇനി തിരിച്ചു വരുന്ന എപ്പോഴാന്ന് ചോദിക്കാം. നീ എപ്പോഴാ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നേ? When do you return from school? Return. Return. R-E-T-U-R-N. Return. When do you return from school? When do you return from work? When do you return from office? When do you return from office? When do you return from uncle's house? When do you return from school? Tuition center? ഇതൊക്കെ നമുക്ക് മാറി മാറി ചോദിക്കാം. When do you return from? എപ്പോഴാണ് തിരിച്ചു വരുന്നത്? Return. I return from school at 4 o'clock. I return from office at 6 o'clock. I return from work at 8 o'clock night. Very late. Yes. Okay. Very late at 8 o'clock night. നീ എങ്ങനെയാ സ്കൂളിൽ പോണേ? അല്ലെ നീ എങ്ങനെയാ ജോലിക്ക് പോകുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് മാർഗത്തിലാണെന്നാണ്. എങ്ങനെയാ പോകുന്നേ? How do you go to school? How? എങ്ങനെ? How do you go to school? I go to school by bus. By bus. Oh, ബസ്സിലാ പോകുന്നേ. By bus. I go to school by bus. I go to school by bike. ഞാൻ നടന്നാ പോകുന്നത് എങ്ങനെ പറയും? I go to school by foot. അല്ല, ഫുട്ട് എന്ന് പറഞ്ഞ കാല്. FOOT, കാൽപാദം. ഓൺ ഫുട്ട്. I go to school on foot. അങ്ങനെയാണ് പറയേണ്ടത്. When do you go to school? When do you അല്ലല്ലോ. How do you go to school? I go to school by bus, by auto. I go to work on foot. നടന്നാണ് പോണേ. On foot. ഓക്കെ. By walking എന്നൊന്നും പറയില്ല. I go to office walking. അങ്ങനെ പറയാറില്ല. ഇനി നിർബന്ധമാണെന്നെങ്കിൽ പറഞ്ഞോളൂ. കാര്യം മനസ്സിലായാ പോരെ. ഇനിയിപ്പോ what do you play at school? What do you play at school? What? എന്ത്? What do you play? കളിക്കുക. What do you play at school? സ്കൂളിൽ എന്നതാ കളിക്കുന്നേ? നീ സ്കൂളിൽ എന്താ കളിക്കുന്നേ? I play cricket at school. Oh, okay, okay. I play cricket at school. സ്കൂളിൽ ഞാൻ ക്രിക്കറ്റ് ആണ് കളിക്കുന്നത്. I play cricket at school. ഇനി നിങ്ങൾ എപ്പോഴാ പ്രാർത്ഥിക്കുന്ന വീട്ടില്? When do you pray in your family? When do you pray? P-R-A-Y, pray. When do you pray in your family? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് 7 മണിക്കാണ്. We pray at 7 o'clock. We pray. We, ഞങ്ങൾ. W-E, we. We pray at 7 o'clock. അല്ലെങ്കിൽ അത്താഴത്തിന് മുമ്പാണ്. Before supper. നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ we pray before supper. We pray at before supper. രണ്ടും കൂടെ വേണ്ട. ഒന്നുകിൽ at അല്ലെങ്കിൽ before. at supper. അത്താഴത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കും? ഇല്ല, അത്താഴത്തിന് മുമ്പ് പ്രാർത്ഥിക്കും. അപ്പൊ എങ്ങനെ പറയണം? മുൻപ് എന്നുള്ളതിന് before. Before. അത്താഴത്തിന് മുൻപില്. We pray before supper. നീ എപ്പോഴാ പഠിക്കുന്നേ? എപ്പോഴാ പഠിക്കുന്നേ? When do you study at home? വീട്ടിൽ എപ്പോഴാ പഠിക്കുന്നേ? When do you study at home? I study in the early morning. Oh, I study in the early morning. I study early in the morning. I study early in the morning.
അതിരാവിലെയാണ് പഠിക്കുന്നത്. ഐ സ്റ്റഡി ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുക. എന്നിട്ട് പുസ്തകം ബുക്ക് ഉപയോഗിക്കാതെ ഇതിനകത്തുള്ള കുറേ ചോദ്യങ്ങൾ ഓർത്തെടുത്ത് ചോദിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. കാണാപ്പാടം പറയരുത്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഇപ്പൊ കേട്ടപ്പോൾ എളുപ്പമായിട്ട് തോന്നിയില്ലേ? അതുകൊണ്ട് കേട്ടിട്ട് ഒന്നോടൊന്ന് വേണമെങ്കിൽ ഒന്നോടൊന്ന് കേട്ടോളൂ. ഒന്നോടൊന്ന് കേട്ടിട്ട് എഴുതിയിരിക്കുന്ന നോട്ട്സ് വായിച്ചു നോക്കിയിട്ട് പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ബുക്കിന്റെ സഹായമില്ലാതെ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കും. കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ഒന്നും രണ്ടൊന്നുമല്ല. അപ്പം പലതും ചോദിക്കുക. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരാണ്, എവിടെയാണ്, ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഗ്രാമറും ഗ്രീമറും ഒന്നുമില്ല. അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഗ്രാമറൊക്കെ നമുക്ക് പതുക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.